കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ കോഴിക്കോട് യൂണിറ്റ് വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ഏകീകൃത തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ജീവനക്കാരുടെ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തണമെന്ന് കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ 48ാമത് കോഴിക്കോട് യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. പിണറായി ഭരണത്തിൽ സമസ്ത മേഖലകളും രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. CPM അഴിമതിയുടെ ഹബ്ബായി കോഴിക്കോട് കോർപ്പറേഷൻ മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. CPM ഫ്രാക്ഷൻ ചർച്ച ചെയ്യാതെ ആ പദ്ധതി കഴിയാതെ ഏത് പദ്ധതി ആറ് പദ്ധതികൾ തീരുമാനിക്കുന്നു CPM ഫ്രാക്ഷൻ ഡയറക്റ്റ് എക്സിക്യൂഷനാണ് മിക്ക പദ്ധതികളും. കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ചരിത്രത്തിൽ 78.5% പ്രവർത്തിക്കുന്നത് ഡയറക്റ്റ് എക്സിക്യൂഷനാണ്. KLGSA സംസ്ഥാന ജനറൽ സെക്രട്ടറി AN ജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് V ഷാജിൽകുമാർ അധ്യക്ഷനായി. KLGSA സംസ്ഥാന വനിതാ വിഭാഗം ജനറൽ കൺവീനർ T സുബൈദ, ജില്ലാ പ്രസിഡന്റ് PP സജു, RV വെങ്കടേഷ്, KK സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന KLGSA ജില്ലാ സെക്രട്ടറി C മഹേന്ദ്രനെ ചടങ്ങിൽ വെച്ച് സ്നേഹോപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. V ഷാജിൽകുമാറിനെ പ്രസിഡന്റായും RV വെങ്കടേഷിനെ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.